ഒടുവിലത് സംഭവിച്ചു. സംഘർഷം തുടങ്ങി 10ാം നാൾ അമേരിക്ക ഇറാനിൽ ബോംബിട്ടു. 2 ആഴ്ച കാത്തിരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് വാക്ക് തെറ്റിച്ചു. അനിവാര്യമായ ആക്രമണമെന്ന് അമേരിക്ക പറയുമ്പോൾ ശാശ്വതമായ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിലേക്ക് അതിനുശേഷം കുതിച്ചെത്തിയത് 25 മിസൈലുകൾ, തുടർച്ചയായി മുഴങ്ങുന്ന അപായ സൈറണുകൾ. ആക്രമണം പരിചിതമായ ജനങ്ങൾ ബങ്കറുകളുടെ സുരക്ഷിതത്വം തേടുന്നു. ഇനി ആശങ്കയുടെ നിമിഷങ്ങളാണ്. ഇറാന്റെ നീക്കം എന്താകും? റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കും? ഇനി സമാധാനമെന്ന ട്രംപിൻ്റെ വാക്കുകൾക്ക് എത്ര നേരം ആയുസ്സുണ്ടാകും? ലോക ശാക്തിക ചേരികൾ രണ്ടായി പിരിഞ്ഞാൽ അത് വിനാശകരമായ യുദ്ധത്തിലേക്കാണോ പോവുക? പേടിക്കണം, സമാധാനം അകലെയാവുകയാണോ? പകൽ വാർത്ത ആരംഭിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 10ാം ദിവസം ഇറാനെ ആക്രമിച്ച അമേരിക്ക നതാൻസ്, ഫർദോ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളെ പ്രഹരിച്ച് US B-2B ബോംബറുകൾ. ആക്രമണം വിജയമെന്ന് ട്രംപ് നന്ദി പറഞ്ഞു നെതന്യാഹു. A short time ago, the US military carried out massive precision strikes on the 3 key nuclear facilities. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. ശാശ്വതമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പോടെ തിരിച്ചടിച്ച് ഇറാൻ. ഇസ്രയേലി നഗരങ്ങളിൽ രൂക്ഷ മിസൈൽ ആക്രമണം. നിലമ്പൂരിൽ ആര് ജയിച്ചു കയറുമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ആദ്യമെണ്ണുക തപാൽ സർവീസ് വോട്ടുകൾ. 8:30 ആദ്യ സൂചന. ജയപ്രതീക്ഷയിൽ 3 മുന്നണികളും PV അൻവറും. പഹൽഗാം ഭീകരാക്രമണത്തിൽ സഹായം നൽകിയ 2 പ്രദേശവാസികളെ അറസ്റ്റ് ചെയ്ത് NIA. കൂട്ടക്കുരുന്ന് നടത്തിയത് 3 പാകിസ്ഥാൻകാർ. ലഷ്കർ തൈബയുമായി ബന്ധമുണ്ടെന്നും അറസ്റ്റിലായവരുടെ മൊഴി. അമ്മ പ്രസിഡന്റായി മോഹൻലാൽ തുടരും. തീരുമാനം അംഗങ്ങളുടെ സമ്മർദ്ദത്തിനൊടുവിൽ. ബാബുരാജ് ജനറൽ സെക്രട്ടറിയാകും. 15 വർഷത്തിന് ശേഷം അമ്മ യോഗത്തിനെത്തിയ ജഗദീഷ് ശ്രീകുമാറിനെ കെട്ടിപ്പിടിച്ച് മോഹൻലാൽ. സുരേഷ് ഗോപി ചിത്രത്തിന്റെ സെൻസർ ബോർഡ് വിലക്ക് നീക്കാൻ പ്രത്യക്ഷ സമരത്തിന് തയ്യാറെന്ന് ഫെഫ്ക. ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും. അത് തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിലക്കിയത് സെൻസർ ബോർഡ് ചെയർമാൻ. പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് വാക്കാൽ നിർദ്ദേശം. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാജ്ഭവനിലെ 2 RSകാരെന്ന് ആരോപണം. RS ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന ഒഴികെയുള്ള എന്താവശ്യവും പരിഗണിക്കുമെന്ന് മന്ത്രി. രാജ്ഭവനിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും സംബന്ധിച്ച് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ സർക്കാർ നീക്കം. നിയമപരമായി നേരിടാൻ രാജ്ഭവൻ. കണ്ണൂരിൽ SDPI സദായ വിചാരണയ്ക്ക് ശേഷം യുവതിയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് റഫീസിനെതിരെ കേസെടുക്കില്ല. വിവാഹ വാഗ്ദാന വഞ്ചന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് പോലീസ്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെയും കേസ്. കൂടുതൽ SDPIക്കാർ അറസ്റ്റിലാകും. ലീഡ്സിൽ ഇന്ത്യക്കെതിരെ ലീഡ് നേടാൻ ഇംഗ്ലണ്ട് 262 റൺസ് കൂടി അടിച്ചെടുക്കണം. ഒല്ലി പോപ്പിന് സെഞ്ചുറി. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോർ 471. 3ാം ദിവസത്തെ ബാറ്റിംഗ് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഭാഗമായതോടെ പശ്ചിമേഷ്യയിൽ സാഹചര്യം അതിസങ്കീർണം. B-2B ബോംബറുകൾ
ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പ്രതികരിച്ചപ്പോൾ US നടപടിയിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക രേഖപ്പെടുത്തി. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ദൗത്യം വിജയകരമാണെന്നും സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. The strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. അമേരിക്കയുടേത് ശക്തമായ ഇടപെടൽ എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ ആണവ പദ്ധതികളെ ബാധിച്ചിട്ടില്ലെന്ന നിലപാടിലാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നയം വ്യക്തമാക്കിയ ഇറാൻ പിന്നാലെ ഇസ്രയേലിൽ കനത്ത ആക്രമണവും നടത്തി. ടെല്ലവീവിലും ഹൈഫയിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും നടപടിയിൽ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കിരൺ, ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം തുടങ്ങി എന്നായിരുന്നു നമ്മൾ അല്പം മുമ്പ് കൊടുത്ത വാർത്ത. അതിൽ 25ഓളം മിസൈലുകൾ കുതിച്ചെത്തി. അമേരിക്ക അതിനുശേഷം പ്രതികരിച്ചിട്ടുണ്ടോ? ഇറാന് എന്തെങ്കിലും കൂടുതൽ മുന്നറിയിപ്പുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഉണ്ടായ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും മാരകമായ പ്രഹരമാണ് ഏൽക്കേണ്ടി വന്നത്. ഇറാന്റെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചത്. അത് പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇറാൻ അവിടെ ഏതെങ്കിലും വലിയ തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷിയുള്ള ബോംബുകൾ തന്നെയാണ് അവിടെ വർഷിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ആണവ വികിരണത്തിലുള്ള സാധ്യതയില്ല. അവിടെ നിന്നുള്ള സമ്പുഷ്ടിച്ച യുറേനിയം അടക്കം നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏകദേശം അന്താരാഷ്ട്ര ആണവ ഏജൻസിയും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര ആണവ ഏജൻസി നാളെ തന്നെ അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ആണവ കേന്ദ്രങ്ങൾ തകർന്ന് അണുവികരണം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു ഇറാന്റെ മാത്രം പ്രശ്നമായില്ല, അത് ആ മേഖലയുടെ ആകെ തന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന വലിയ വിപത്തായി മാറും. അതുകൊണ്ട് അടിയന്തരമായ ഒരു യോഗത്തിന് നാളെ തന്നെ വിളിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇനി തുടർ നടപടികൾ തൽക്കാലം ഉണ്ടായിട്ടില്ല. ഇനി ഇറാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമേനിയുടെ നേരിട്ടുള്ള സന്ദേശം ഇതുവരെയും വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഉപദേഷ്ടാവിന്റെ സന്ദേശമാണ് വന്നത്. ഇത് ഇറാന്റെ ഊഴമാണ് ഇനി, അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാവുമെന്നാണ്. ഏകദേശം 20ഓളം അമേരിക്കയുടെ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ ഇറാന് ചുറ്റുമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. UAE-യിലായാലും സൗദിയായാലും കുവൈറ്റായാലും അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഇറാൻ മാത്രമാണ് അതിന് ഇറാനെ ചുറ്റി നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്, അമേരിക്കയുടെ ബേസുകളുണ്ട്. അവിടേക്ക് ഏകദേശം 40,000-ന് മേൽ അമേരിക്കൻ ട്രൂപ്പുകൾ, 40,000-ന് മേൽ ആളുകളുണ്ട് എന്നതുകൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടെ
സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ഇനി എന്താകുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇറാന്റെ ആക്രമണം ഇസ്രായേലിലേക്കുണ്ട്. പക്ഷേ ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ആക്രമണം ഉടൻ ഉണ്ടാവില്ല എന്നും ജനങ്ങൾക്ക് ബങ്കറുകളിൽ നിന്ന് മോചിതരാകാം എന്നുമാണ്. പക്ഷേ അപ്പോഴും സുരക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 16ഓളം പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൽ ഉണ്ടായത് എന്നുള്ളതാണ്. മരണങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും പരിക്കേറ്റ 16 പേരുണ്ട് എന്നുള്ള വിവരം കൂടി IDF നമ്മോട് പറയുന്നുണ്ട്. അപ്പോഴും ഇനിയും അമേരിക്കയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തൽക്കാലം സമാധാനം ഉടൻ പുലരുമെന്നുള്ള പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇറാനിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ മുടിക്കോട് സ്വദേശിനി ഫാദില മുഹമ്മദ്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയം മുതൽ വലിയ ആശങ്കയിലായിരുന്നു ഇവർ. ഇന്റർനെറ്റിനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ ഇറാൻ നിർമ്മിത ആപ്പ് വഴിയായിരുന്നു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നത്. യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ തുടർ പഠനത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നും ഫാദില പറഞ്ഞു. ടെഹ്റാനിലെ ഷാഹിദ് ബിഹിഷ്ടി സർവകലാശാലയിൽ MBBS 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഫാദില മുഹമ്മദ്. ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സംഘത്തിലെ ആദ്യ മലയാളികളിൽ ഒരാളാണ് ഫാദില. ഞങ്ങളിപ്പോൾ ആദ്യം രാത്രിക്ക് ഫുള്ള് സൗണ്ട് കേൾക്കും, എക്സ്പ്ലോഷൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വേഗം ഞങ്ങൾ വേഗം മാറ്റി, കുമ്മക്ക് മാറ്റി. പിന്നെ അവിടുന്ന് മഷദിക്ക്, പിന്നെ അവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നത്. ആദ്യം സൗണ്ടൊക്കെ നല്ല കേൾക്കുമ്പോൾ പഠിച്ചിനും പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടായിക്കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണ് ഭക്ഷണത്തിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? അല്ല, ഭക്ഷണത്തിനൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അപ്പത്തിന് അവർ നല്ല ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. 4 വർഷത്തോട് ബാക്കിയുണ്ടല്ലേ ഇവിടെ? അവിടെ മലയാളികൾ വേറെ ഉണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു മലയാളികളൊക്കെ? എൻ്റെ യൂണിവേഴ്സിറ്റി ഇല്ല, വേറെ യൂണിവേഴ്സിറ്റിയിൽ കുറേ 11 പേരൊക്കെ ഉണ്ടായിരുന്നു മലയാളീസൊക്കെ. ഇങ്ങനെ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വന്നിരുന്നു പുറത്ത് പോകരുത്? അങ്ങനെ കുറേ നമുക്ക് റെസ്ട്രിക്ഷൻ കുറേ തന്നെ, നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടൊക്കെ വരെ പറഞ്ഞു. സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരോട് ബേസ്മെന്റ് അടിയിലേക്ക് പോകാനൊക്കെ പറയാം. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. സൗണ്ട് മാത്രം കേൾക്കുന്നു, അങ്ങനെയൊന്നും വലിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ എംബസി ഒക്കെ ഒപ്പം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ ഫുള്ള് സേഫ് ചെയ്യുന്നു. വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നോ? അതിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വാട്സപ്പും ടെലിഗ്രാം ഫുള്ള് ബ്ലോക്ക് ആക്കിയിരുന്നു. അപ്പോൾ ഇറാൻ ആപ്പ് മാത്രമേനു, അവിടുത്തെ ആപ്പ് വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ എംബസിൻ്റെ വഴി കൂടെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ എന്ന് പോകാൻ ഒരാശങ്കയുണ്ടോ പഠനത്തിൻ്റെ കാര്യത്തിൽ? ഇനി അറിയില്ല ഒന്നും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, എക്സാമൊക്കെ ഫുള്ള് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനെ പറ്റി ഒന്നും അറിയില്ല. മിക്കവാറും എല്ലാവരും പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. യുദ്ധം ശരിക്കും ഇവരുടെ പഠനത്തെയും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അമേരിക്കയും ഇസ്രായേലും ലോകത്തിൻ്റെ രക്ഷകർ റോളിൽ നിന്നും സ്വയം പിന്മാറണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. നിങ്ങളെ ആരും ആ ജോലി ഏൽപ്പിച്ചിട്ടില്ല. സ്വതന്ത്ര റിപ്പബ്ലിക് രാജ്യമായ ഇറാനിൽ കയറി ആക്രമിച്ച ശേഷം ഇനി സമാധാനം എന്ന ട്രംപിൻ്റെ നിലപാട് തോന്നിവാസമെന്നും മുഹമ്മദ് ബഷീർ MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. നിരവാധികം ഇറാനൊപ്പം എന്നും നിരന്തരം പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമെന്നും MP കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തയിലേക്ക്. നിലമ്പൂരിൽ നാളെ വിധി ദിനം. പുതിയ MLA ആരെന്ന് 11 മണിയോടെ അറിയാം. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായാണ് എണ്ണുക. LDFും UDFും PV അൻവറും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് നിലമ്പൂരിൽ. വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് വരാം, ഇടവേളയ്ക്ക് ശേഷം. നിലമ്പൂരിൽ നാളെ വിധി ദിനമാണ്. പുതിയ MLA ആരെന്ന് 11 മണിയോടെ അറിയാം. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായാണ് എണ്ണുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾക്കായി ചുങ്കത്തറ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 263 ബൂത്തുകളിലെ വോട്ടുകൾ ഇവിടെ 19 റൗണ്ടുകളായിട്ടായിരിക്കും എണ്ണുക. ഒരു റൗണ്ടിൽ 14 ടേബിളുകളാണ് ഉള്ളത്. അതുതന്നെ ആദ്യത്തെ ഒരു 3 പഞ്ചായത്തുകൾ, വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യ ഒരു 8-9 റൗണ്ട് ആകുമ്പോഴേക്കും
ഈ വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. UDF ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഈ വഴിക്കടവിലും മൂത്തേടത്തും എടക്കരയിലും എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്രമാത്രം UDFന് ലീഡ് നേടാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ LDF പ്രതീക്ഷ അർപ്പിക്കുന്ന പോത്തുകല്ല്, അമരമ്പലം, കരുളായി തുടങ്ങിയ പഞ്ചായത്തുകൾ അവസാന ഭാഗത്ത്, പോത്തുകല്ലിന് ശേഷമാണ് ചുങ്കത്തറയും നഗരസഭയും, അതിനുശേഷമാണ് കരുളായിയും അമരമ്പലവും വരുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടുകളിൽ UDF നേടുന്ന ലീഡ് അത് അവസാന റൗണ്ടുകളിൽ LDFന് മറികടക്കാൻ കഴിയുന്നതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് വഴിക്കടവിലും മൂത്തേടത്തും എടക്കരയിലും UDF വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ എന്ന ഫാക്ടർ അത് എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നും കണ്ടു തന്നെ അറിയണം. വഴിക്കടവിലും മൂത്തേടത്തും പോത്തുകലിലും അമരമ്പലത്തിലുമൊക്കെ അൻവർ ശക്തമായ പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകളിൽ നിന്ന് വോട്ടുകൾ അൻവറിന് അനുകൂലമായി ചോരുമെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും ഇപ്പോഴും കൃത്യമായ ധാരണയില്ല. വഴിക്കടവിൽ നിന്നും മൂത്തേടത്തു നിന്നും അൻവർ UDFിൽ നിന്നും കൂടുതൽ വോട്ട് സമാഹരിച്ചാൽ തെരഞ്ഞെടുപ്പ് ഫലം LDFിന് അനുകൂലമാകും. അതോടൊപ്പം തന്നെ പോത്തുകല്ലിൽ നിന്നും അമരമ്പലത്തും അൻവറിന് അനുകൂലമായി LDFിൽ വോട്ടുകൾ ചോർന്നാൽ ഫലം ഒരുപക്ഷെ UDFിന് അനുകൂലമാകും. അപ്പോൾ അൻവർ ഏതെല്ലാം മേഖലയിൽ നിന്ന് വോട്ടുകൾ നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എക്സ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്ന കാര്യം. നാളെ രാവിലെ 8 മണിയോടെയാണ് ഈ കൗണ്ടിംഗ് നടപടികൾ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാകും, അതിനുശേഷമായിരിക്കും മറ്റു ബാലറ്റുകളുടെ കൗണ്ടിംഗ് തുടങ്ങുക. ഏറ്റവും പ്രധാനം ആദ്യത്തെ 2 മണിക്കൂർ തന്നെയാണ്. കാരണം UDF വഴിക്കടവിലും മൂത്തേടത്തും നേടുന്ന ലീഡ് അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എവിടേക്ക് പോകുമെന്നതിൽ നിർണായകമായിരിക്കുക. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എല്ലാ പ്രതീക്ഷകളും നേരത്തെ പങ്കുവച്ചതാണെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. ഇനി വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നും സ്വരാജ് പറഞ്ഞു. നാളെ വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം പ്രതികരിക്കാം. അല്ല, ഇന്നലെ പറഞ്ഞല്ലോ, ഒരു പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലല്ലേ പ്രതികരിക്കാനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പ്രതികരിച്ചു കഴിഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. വീടല്ലേ അത് പറഞ്ഞിരിക്കുന്നു. അത് മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഉദ്വേഗവുമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. 25,000 വോട്ടുകൾ അൻവർ നേടിയാൽ LDF ജയിക്കും. ഹിന്ദു വോട്ടുകൾ സ്വരാജിലേക്കും മുസ്ലിം വോട്ടുകൾ അൻവറിലേക്കും കേന്ദ്രീകരിക്കുന്ന സാഹചര്യങ്ങൾ നിലമ്പൂരിലുണ്ടായി. സർക്കാരിന്റെ വിലയിരുത്തലെന്ന് പറയാനാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അൻവർ ഒരു 25,000 വോട്ട് പിടിക്കുമെങ്കിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള വിജയസാധ്യത ഏറെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ശക്തമായ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം വികാരം അവിടെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ആ ഹിന്ദു മുസ്ലിം വികാരം ഉണ്ടാകാവുന്ന രീതിയിലുള്ള ചില മുൻ പ്രവൃത്തികൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധ രൂപമായിട്ട് ഹിന്ദുക്കളുടെ ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിൽ ഈ പറഞ്ഞ വോട്ട് വേണ്ടത്ര അവർക്ക് കിട്ടുകയില്ല. അവരിലുള്ള ഹിന്ദുക്കൾ പോലും ഇന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനാണ് തുക ലഭ്യമാക്കുന്നത്. ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് 250 കോടി രൂപ നീക്കിവച്ചിരുന്നു. ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്ക് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. പ്രതി ഷംസാദ് ചെമ്പഴന്തി അണിയൂരിൽ അടിപിടി ഉണ്ടാക്കിയിരുന്നു. പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് മണ്ണന്തലയിൽ റൂമെടുത്തത്. പിതാവിൻ്റെ ചികിത്സയ്ക്കെത്തിയെന്ന കള്ളക്കഥയ്ക്ക് ബലം കൂട്ടാനാണ് സഹോദരിയെ കൂടെ കൂട്ടിയതെന്നും മൊഴിയുണ്ട്. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഈ മാസം 14 മുതലാണ് പോത്തൻകോട് സ്വദേശിനി ഷെഫീന മണ്ണന്തലയിൽ സഹോദരനൊപ്പം താമസത്തിനെത്തിയത്. പിതാവിന്റെ ചികിത്സയുടെ ആവശ്യത്തിനെന്ന പേരിലായിരുന്നു പ്രതി ഷംഷാദ് ഇവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. ഈ കള്ളക്കഥയ്ക്ക് ബലം ലഭിക്കാനാണ് സഹോദരിയെ അപ്പാർട്ട്മെന്റിൽ ഒപ്പം താമസിപ്പിച്ചത്. എന്നാൽ ചെമ്പഴന്തി അണിയൂരിൽ അടിപിടിയുണ്ടാക്കിയ ഷംഷാദ് കേസിൽ പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് അപ്പാർട്ട്മെന്റ് എടുത്തതെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോഴാണ് ഷെഫീനയെ കട്ടിലിന് താഴെ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണുന്നത്. സംശയം തോന്നിയതോടെ മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ സഹോദരൻ ഷംഷാദ് യുവതിയെ അടിച്ചു കൊല്ലുകയായിരുന്നെന്നാണ് വിവരം. സംഭവ സമയത്ത് ഷംഷാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖും അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷെഫീനയുടെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെത്തി പരിശോധന നടത്തി. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും.
ശേഷം കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ദിവസം തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കായലോട് SDPI വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതിൽ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കുകയാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. SDPI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും സുഹൃത്ത് റഹീസിന്റെ പരാതിയിലുമായി നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ള 5 പേരിൽ 3 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. സുനീർ, സക്രിയ എന്നീ മറ്റു 2 പ്രതികൾക്കായാണ് അന്വേഷണം. ഇവരെ കൂടാതെ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. ഇതിനിടയിൽ യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്ത് റഹീസാണെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് മാതാവ് പരാതിയിൽ ഉന്നയിച്ചത്. റസീനയുടെ സ്വർണവും പണവും ആൺ സുഹൃത്ത് തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല. യുവതിയുടെയും ആൺ സുഹൃത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി നൽകാൻ ഇടയായതെന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം SDPI പ്രവർത്തകരാണ്. മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിലാകാം പരാതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിനിടയിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. രാജ്ഭവൻ സർക്കാർ പോര് CPM BJP നേർക്കുനേർ ഏറ്റുമുട്ടലാകുന്നു. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ BJP പ്രതിഷേധം വ്യാപിക്കുകയാണ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർക്കും മന്ത്രി വി ശിവൻകുട്ടിക്കും പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണത്തിനെതിരെ BJP ABVP പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കാൻ DYFIയും SFIയും തെരുവിലിറങ്ങിയതോടെയാണ് നേർക്കുനേർ ഏറ്റുമുട്ടലിന് വഴി തുറന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് നേമത്തും മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം തമ്പാനൂരിലും CPM BJP ഏറ്റുമുട്ടലിന് ഇടയാക്കി. വിവാദം പുകയുന്നതിനിടെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചന നൽകി ഗവർണർ രംഗത്ത് വന്നു. ഭാരതാംബ സങ്കല്പം കൂടുതൽ ശക്തമായത് അടിയന്തരാവസ്ഥക്കാലത്താണെന്നും കുട്ടിക്കാലം മുതൽ RSS ആഭിമുഖ്യമുണ്ടെന്നും ജന്മഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ രാജ്ഭവനിലെ 2 RSSകാർക്ക് പങ്കുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ആരോപണം. RSS പതാകയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്താൻ ഒഴികെയുള്ള ഏതാവശ്യത്തിനും നിവേദനം നൽകിയാൽ പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. രാജ്ഭവന്റെ നിർദ്ദേശമുണ്ട്. രാജ്ഭവന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ABVPയിലെ ഒരു ഗ്രൂപ്പുകാരാണ് ഈ സമര രംഗത്ത് വന്നിട്ടുള്ളത്. ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഗവർണറും മന്ത്രി ശിവൻകുട്ടിയും പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികൾക്കുൾപ്പെടെ സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി കൊച്ചിയിൽ തുടങ്ങി. മമ്മൂട്ടി ഒഴികെയുള്ള മറ്റു താരങ്ങളെല്ലാം ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നുണ്ട്. 13 വർഷത്തിനു ശേഷം ജഗദീഷ് ശ്രീകുമാർ യോഗത്തിനെത്തി. ഭൂരിഭാഗം താരങ്ങളും ആവശ്യപ്പെടുന്നതിനാൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കും. ഭരണസമിതി അംഗങ്ങളിലും മാറ്റമുണ്ടാകില്ല. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, നമുക്ക് ലഭിക്കുന്ന വിവരം മോഹൻലാൽ തന്നെ തുടരും എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ മോഹൻലാൽ മത്സരിക്കില്ല, സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പുതിയൊരു തെരഞ്ഞെടുപ്പ് ഇന്നുണ്ടാകില്ല. പകരം ഭൂരിഭാഗം അംഗങ്ങളും പറയുന്നത് മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നാണ്. അതോടൊപ്പം തന്നെയാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലെ ആളുകൾ കൂടി അതേ സ്ഥാനത്ത് തന്നെ തുടരണം. പുതിയൊരു തെരഞ്ഞെടുപ്പൊന്നും ആവശ്യമില്ല. ഈ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനം അത് മികച്ചതായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് പരാതികളൊന്നുമില്ല. അതുകൊണ്ട് അവർ തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനമാണ് ഭൂരിഭാഗം അംഗങ്ങൾ
അംഗങ്ങളും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് ഈ ട്രഷറർ സ്ഥാനത്താണ്. ഉണ്ണിമുകുന്ദൻ രാജിവെച്ചതിന് പിന്നാലെ ആരെയായിരിക്കും ഇനി ട്രഷറർ സ്ഥാനത്തേക്ക് നിയമിക്കുക എന്നതിനാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടുള്ളത്. അതിലൊരു വനിതാ സാന്നിധ്യം ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്ന് ജനറൽ സെക്രട്ടറിയാണ്. ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് പിന്നീട് ബാബുരാജിനെ ആയിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിനും സമാനമായിട്ടുള്ള രീതിയിലുള്ള ആരോപണം ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹവും ഈ സ്ഥാനം വഹിക്കുവാൻ അർഹനല്ല എന്നൊരു ഒരു അഭിപ്രായം വന്നിരുന്നു. പക്ഷേ ഇനി അദ്ദേഹത്തെ തന്നെ ആയിരിക്കുമോ വീണ്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നതും കൂടി നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും യോഗം അവസാനിച്ചതിന് ശേഷം വൈകിട്ടോടുകൂടി പത്രക്കുറിപ്പിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 13 വർഷങ്ങൾക്ക് ശേഷം നടൻ ജഗതി ശ്രീകുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മമ്മൂട്ടി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ചെന്നൈയിലാണ്. ഈ അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ കാര്യങ്ങളിലായി ചെന്നൈയിലാണെന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. മോഹൻലാലും സുരേഷ് ഗോപി അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ചേർന്ന യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, നേരത്തെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു സത്യവാങ്മൂലത്തെക്കുറിച്ചുള്ളൊരു കാര്യം പുറത്തുവിട്ടിരുന്നു. ഈ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുകയോ സിനിമയിൽ ലഹരി കൈമാറ്റം ചെയ്യുകയോ ഒന്നും ചെയ്യരുതെന്ന ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ എഴുതി ഒപ്പിട്ട് നൽകണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇത് അമ്മ സംഘടനയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും സത്യവാങ്മൂലം അടക്കം കൈമാറുകയും ചെയ്തിരുന്നു. ഇതും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലഹരി ഉപയോഗത്തിനെതിരെ സിനിമാ പ്രവർത്തകരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങുമെന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം മികച്ചതെന്ന് നടൻ ടൊവിനോ തോമസ് പറഞ്ഞു. സിനിമാ സെറ്റിൽ എന്നല്ല ഒരിടത്തും ലഹരി ഉപയോഗിക്കരുതെന്നും ടൊവിനോ പറഞ്ഞു. ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? അത് ലൊക്കേഷനിലല്ല എവിടെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതോടെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. ജാനകി വോയ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പേര് മാറ്റാൻ കഴിയില്ലെന്ന് നിർമ്മാതാക്കൾ നിലപാടെടുത്തു. സിനിമയ്ക്ക് പിന്തുണയുമായി ഫെഫ്ക രംഗത്ത് വന്നു. വീണ്ടും കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കാണ് കേന്ദ്ര സെൻസറിംഗ് ബോർഡ് അനുമതി നിഷേധിച്ചത്. ജാനകി എന്നത് ഹൈന്ദവ ദൈവമായ സീതയുടെ പേരാണെന്നും അത് മാറ്റണമെന്നുമാണ് സെൻസറിംഗ് ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ പേര് മാറ്റാൻ കഴിയില്ലെന്നും നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെ അറിയിച്ചു. ഇതോടെ ചിത്രത്തിന്റെ പ്രദർശനാനുമതി തടയുകയായിരുന്നു. വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിൽ എത്താനിരിക്കെ സെൻസർ ബോർഡ് ഇടപെടൽ റിലീസ് അനിശ്ചിതത്വത്തിലാക്കി. ചിത്രത്തിന് പിന്തുണയുമായി ഫെഫ്ക രംഗത്ത് വന്നു. നിയമ നടപടിയടക്കം ആലോചനയിലുണ്ട്. സിനിമയുടെ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റുവാനും നിർദ്ദേശമുള്ളതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. CBFCക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നത്. ആ ഗൈഡ് ലൈനിലൊന്നും ഇങ്ങനൊരു സംഗതി ഇല്ല. പത്മകുമാർ എന്ന നടൻ, അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട്. അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക, അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക. അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് മാറ്റിയതിനു ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ന്യൂസ് 18 കൊച്ചി. പഹൽഗാം ഭീകരാക്രമണ കേസിൽ 2 പേർ അറസ്റ്റിൽ. ഭീകരർക്ക് സഹായം നൽകിയ പഹൽഗാം സ്വദേശികളായ പർവേസ് അഹമ്മദ് ജോത്തർ, ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. പാക് പൗരന്മാരായ 3 പേരാണ് ആക്രമണം നടത്തിയതെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി. ഇവർക്ക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുമായി ബന്ധമുണ്ടെന്ന് അറസ്റ്റിലായവർ മൊഴി നൽകിയതായും NIA അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ഉയരം കൂടിയ കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മരങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിലെ തടസ്സങ്ങളാണ് നീക്കുന്നത്. വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി.
അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തുടനീളമുള്ള വ്യോമഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വ്യോമപാതയിൽ പൈലറ്റുമാർക്ക് കാഴ്ച മറക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും മരങ്ങളും ഉൾപ്പെടെ 1064 തടസ്സങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 646 ഉടൻ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ 2 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു. 141 തടസ്സങ്ങളാണ് കണ്ടെത്തിയത്. വേളിയിലെ വ്യാപാര സ്ഥാപനത്തിലെ 31 മീറ്റർ ഉയരമുള്ള ചിമിനി ലാൻഡിംഗിന് തടസ്സമായതിനാൽ ഓൾസൈൻഡ് ഭാഗത്തെ റൺവേയിലൂടെ നിലവിൽ ലാൻഡിംഗ് ഒഴിവാക്കിയിട്ടുമുണ്ട്. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഉയരം കൂടിയ മരങ്ങൾ, കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മിന്നൽ രക്ഷാചാലകങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വള്ളക്കടവ്, ഓൾസൈൻഡ്, ബാലനഗർ, ചാക്കാശംഖുമുഖം റോഡ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ, എയർഫോഴ്സ് സ്റ്റേഷൻ, ഐശ്വര്യനഗർ, ജഡ്ജിക്കുന്ന് എന്നിവിടങ്ങളിലെ തടസ്സങ്ങളാണ് നീക്കം ചെയ്യുന്നത്. 4358 മരങ്ങളും 14 കെട്ടിടങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞു. അപകട ഭീഷണി ഉയർത്തിയ കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ ഉടമകൾക്ക് 4 കോടി രൂപയോളം നഷ്ടപരിഹാരം നൽകിയിരുന്നു. വ്യോമപാതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ DGCAക്ക് ഉത്തരവിടാം. 60 ദിവസത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ കലക്ടർക്ക് ഇവ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പകൽ വാർത്ത അവസാനിക്കുകയാണ്. സകലമാന കേരളം കാണാം. ആര്യ ചേരും.